പ്രിയപ്പെട്ട കുട്ടികളെ, കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്നുള്ള ചാപ്റ്ററിൽ ബോയിൽസ് ലോ, ചാൾസ് ലോ, അവോഗാഡ്രോസ് ലോ, അതേപോലെ ഗേ-ലുസാക്സ് ലോ ഇത്രയൊക്കെ നമ്മൾ പഠിച്ചത്. ഇതിൽ അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. എന്താണ് ഈ ഐഡിയൽ ഗ്യാസ് എന്നുള്ളത്? നമ്മൾ ബോയിൽസ് ലോ പഠിച്ചിരുന്നു, ബോയിൽസ് ലോ. അതേപോലെ ചാൾസ് ലോ പഠിച്ചിരുന്നു, ചാൾസ് ലോ. അതേപോലെ അവോഗാഡ്രോസ് ലോ പഠിച്ചിരുന്നു, അവോഗാഡ്രോസ് ലോ. ഈ ലോസ് എല്ലാം ഒബേ ചെയ്യുന്ന ഗ്യാസിനെ പറയുന്ന പേരാണ് ഐഡിയൽ ഗ്യാസ്. എന്താ ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താ? ബോയിൽസ് ലോ, ചാൾസ് ലോ, അവോഗാഡ്രോസ് ലോ. ദെൻ ഇതെല്ലാം ഒബേ ചെയ്യുന്ന എല്ലാ കണ്ടീഷൻസിലും, എല്ലാ ടെമ്പറേച്ചറിലും പ്രഷറിലും ഒബേ ചെയ്യുന്ന ഗ്യാസസിനെ പറയുന്ന പേരാണ് ഐഡിയൽ ഗ്യാസ്. എന്തായിരുന്നു ബോയിൽസ് ലോ പ്രകാരം? എന്തായിരുന്നു? വോള്യം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ, അല്ലെങ്കിൽ പ്രഷർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോള്യം. പഠിച്ചതല്ലേ അത്? ഇതേപോലെ ചാൾസ് ലോ എന്തായിരുന്നു? വോള്യം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഓക്കെ. ദെൻ ഇനി എന്തായിരുന്നു അവോഗാഡ്രോസ് ലോ? വോള്യം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഓക്കെ. ഇതായിരുന്നു ബോയിൽസ് ലോ, ചാൾസ് ലോ, അവോഗാഡ്രോസ് ലോ. എപ്പോഴാണ് ബോയിൽസ് ലോ പഠിച്ചത്? അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ. എപ്പോഴാണ് ചാൾസ് ലോ? അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറിൽ. ഓക്കെ. പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അവോഗാഡ്രോസ് ലോ വോള്യം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻ. ഓക്കെ. ഇത് കറക്റ്റായിട്ട് ഒബേ ചെയ്യുന്ന ഗ്യാസിനെ പറയുന്ന പേരാണ് ഐഡിയൽ ഗ്യാസ്. ഇനി ഈ മൂന്ന് ലോസും കൂടി നമ്മളൊന്ന് കമ്പൈൻ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? വോള്യം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻ ടി ബൈ പി. ഇങ്ങനെ കൊടുത്തൂടെ നമുക്ക്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻ ടി ബൈ പി ഓർ വി ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ആർ ഇൻറ്റു എൻ ടി ബൈ പി. നമ്മൾ ആർ എന്നുള്ളത് ഒരു കോൺസ്റ്റൻറ്റ്. ഇനി ഇതൊന്ന് ഒക്കെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും? പി വി സീക്വൽ ടു റീഅറേഞ്ച് ചെയ്യുമ്പോൾ എൻ ആർ ടി എന്ന് കിട്ടും. പി വി സീക്വൽ ടു എൻ ആർ ടി. ഈ ഇക്വേഷനെ പറയുന്ന പേരാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. പി വി സീക്വൽ ടു എൻ ആർ ടി എന്നുള്ള ഇക്വേഷനെ പറയുന്ന പേര് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഇവിടെ പി എന്നുള്ളത് പ്രഷർ, വി എന്നുള്ളത് വോള്യം, എൻ എന്നുള്ളത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ്, ആർ എന്നുള്ളതിനെ പറയുന്ന പേര് ഗ്യാസ് കോൺസ്റ്റൻറ്റ്. ആർ എന്നുള്ളതിനെ വിളിക്കുന്ന പേര് ഗ്യാസ് കോൺസ്റ്റൻറ്റ്. ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്, അല്ലെങ്കിൽ ഇതിൻ്റെ പേര് പറയാറുണ്ട് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് ആർ. ഇനി ടി എന്നുള്ളത് ടെമ്പറേച്ചർ. അപ്പോൾ ഈ ആർ എന്നുള്ളത് എല്ലാ ഗ്യാസിനും സെയിം ആണ്. ദെൻ അത് യൂണിറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുക, പ്രഷറും വോള്യവും ടെമ്പറേച്ചറിൻ്റെ ഒക്കെ. അതുകൊണ്ട് ആർ എന്നുള്ളത് നമ്മൾ പറയുന്ന പേരാണ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. നോക്കൂ, ദെൻ എന്താ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ? എന്താ? പി വി സീക്വൽ ടു എൻ ആർ ടി. അപ്പോൾ നമുക്ക് ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ബോയിൽസ് ലോ, ചാൾസ് ലോ, അവോഗാഡ്രോസ് ലോ ഒബേ ചെയ്യുന്ന ഗ്യാസ് ആണ് എല്ലാ കണ്ടീഷൻസിലും. അല്ലെങ്കിൽ നമുക്കിങ്ങനെ വേണമെങ്കിൽ പറയാം ഈ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, ഇതാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഈ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യുന്ന ഗ്യാസസിനെ പറയുന്ന പേരാണ് ഐഡിയൽ ഗ്യാസ്. ആ ഗ്യാസിന് പി ഇൻറ്റു വി ഈക്വൽ ടു എന്തായിരിക്കും? എൻ ആർ ടി ആയിരിക്കും എല്ലാ കണ്ടീഷൻസിലും. ദാറ്റ് ഗ്യാസസ് ആർ കാൾഡ് ഐഡിയൽ ഗ്യാസസ്. ശരിയല്ലേ അത്? ഓക്കെ. ദെൻ ഇനി ഈ ഗ്യാസ് ഇക്വേഷന് വേറൊരു പേര് കൂടി പറയാറുണ്ട്, ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയാറുണ്ട്. ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്. അപ്പം എന്താ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്താണ്? അല്ലെങ്കിൽ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഇത് രണ്ടും ഏതാണ്? പി വി സീക്വൽ ടു എൻ ആർ ടി. എങ്ങനെ നമ്മളിതിലേക്ക് എത്തിയത്? ബൈ ബോയിൽസ് ലോ, ബൈ ചാൾസ് ലോ, ബൈ അവോഗാഡ്രോസ് ലോ. മൂന്ന് കൂടി കമ്പൈൻ ചെയ്തു. വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻ ടി ബൈ പി. എന്നിട്ട് വി ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു എൻ ടി ബൈ പി ഓർ പി വി സീക്വൽ ടു എൻ ആർ ടി. ഇക്വേഷനെ പറയുന്ന പേരാണ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ദിസ് ആർ ഈസ് കാൾഡ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. ക്ലിയർ അല്ലേ ഈ പറഞ്ഞ കാര്യങ്ങൾ? ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം കൂടി പറയാൻ പറ്റും. ഇവിടെ നോക്കൂട്ടോ, നമ്മൾ ഒരു ഗിവൺ ഗ്യാസിന് ഇങ്ങനെ എഴുതാൻ പറ്റും. പി വി ഈക്വൽ ടു എൻ ആർ ടി എന്നല്ലേ നമ്മൾ എഴുതിയത്? ഒരു ഗിവൺ ഗ്യാസിന് ഗിവൺ കണ്ടീഷൻസിൽ P1 V1 ബൈ T1 ഈക്വൽ ടു എൻ ആർ എന്ന് കിട്ടി.
നമ്മളൊരു ബീക്കറിൽ ഗ്യാസ് എടുത്തൊരു ബോക്സ്, ഒരു വെസലിൽ ഗ്യാസ് ഉണ്ട്, അതിന് പ്രഷർ P1, വോള്യം V1, ടെമ്പറേച്ചർ T1. P1 V1/T1 = NR ആയിരിക്കും. N നമ്പർ ഓഫ് മോളും R ഗ്യാസ് കോൺസ്റ്റൻറ്റും. നമ്മൾ ഇനി ഇതിൻ്റെ ടെമ്പറേച്ചറോ പ്രഷറൊക്കെ മാറ്റിയാണ്. അപ്പോൾ നമ്മൾ ബാക്കി എമൗണ്ടും അതേപോലെ ഗ്യാസ് കോൺസ്റ്റൻറ്റും സെയിം ആണ്. അപ്പോൾ അത് P2 V2/T2 = NR എന്നായിരിക്കും. അപ്പോൾ രണ്ടും കൂടി NR ആണ്. നമുക്കിത് കമ്പൈൻ ചെയ്തിട്ട് എഴുതാം. P1 V1/T1 = P2 V2/T2. ഈ ഇക്വേഷനെ പറയുന്ന പേരാണ് കമ്പൈൻഡ് ഗ്യാസ് ലോ. കമ്പൈൻഡ് ഗ്യാസ് ലോ ഇക്വേഷൻ. എന്താ കമ്പൈൻഡ് ഗ്യാസ് ലോ ഇക്വേഷൻ? എന്താ? P1 V1/T1 = P2 V2/T2 ഫോർ എ ഗിവൺ എമൗണ്ട് ഓഫ് ഗ്യാസ്. ഒരു ഗിവൺ എമൗണ്ട് ഗ്യാസിന് ഈ ഇക്വേഷൻ ഐഡിയൽ ഗ്യാസിന് അപ്ലൈ ചെയ്യാം. P1 V1/T1 = P2 V2/T2. ഇതിനെ കമ്പൈൻഡ് ഗ്യാസ് ലോ എന്നാണ് പറയുന്നത്. നോക്കൂ, നിങ്ങൾ ഇപ്പോൾ ടെമ്പറേച്ചർ സെയിം ആണ് വിചാരിക്കുക. ടെമ്പറേച്ചർ സെയിം ആണെങ്കിൽ എന്തായിരിക്കും? T1 = T2 ആണ്. നമുക്കത് ക്യാൻസൽ ചെയ്താൽ P1 V1 = P2 V2. ബോയിൽസ് ലോ ആയില്ലേ? ഇനി നമുക്ക് പ്രഷർ സെയിം ആണ് വിചാരിച്ചോ, P1 P2 സെയിം ആയിരിക്കും. അപ്പോൾ ഇക്വേഷൻ എന്തായി? V1/T1 = V2/T2. അതേതാണ്? ചാൾസ് ലോ ആയില്ലേ? ഇനി അടുത്ത് ദെൻ ഇവിടെ വോള്യം സെയിം ആണ് വിചാരിച്ചത്. അപ്പോൾ V1 V2 ക്യാൻസൽ ചെയ്ത് പോകുമല്ലോ. അപ്പോൾ എന്താ ഇക്വേഷൻ? P1/T1 = P2/T2. ഈ ഇക്വേഷനെ പറയുന്ന പേരാണ് കമ്പൈൻഡ് ഗ്യാസ് ലോ ഇക്വേഷൻ. സോ ഇതാണ് ഐഡിയൽ ഗ്യാസ്. ഏതാ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ? ഏതാണ്? PVC = nRT. അതിൻ്റെ വേറെ പേരാണ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്. പഠിച്ചു വെക്കണേ, പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനുണ്ട്. പിന്നെ കമ്പൈൻഡ് ഗ്യാസ് ലോ ഏതാണ്? P1 V1/T1 = P2 V2/T2. ക്ലിയർ ആണല്ലോ ഇത്? നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പഠിച്ചു. എന്തായിരുന്നു ഇക്വേഷൻ? എന്തായിരുന്നു? PVC = nRT. ഓക്കെ, PV = nRT. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ന്യൂമറിക്കൽ വാല്യൂ ഓഫ് R. ന്യൂമറിക്കൽ വാല്യൂ ഓഫ് R, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ന്യൂമറിക്കൽ വാല്യൂ എന്താണെന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് എഴുതാൻ പറ്റും. R = ഈ ഇക്വേഷൻ പറ. R = PV/NT എന്നല്ല എഴുതാം. PV/NT. ഇതാണ് P പ്രഷർ, V വോള്യം, N നമ്പർ ഓഫ് മോള്, T ടെമ്പറേച്ചർ. ഓക്കെ, നമുക്ക് ഇവിടുന്ന് ആറിൻ്റെ വാല്യൂ കാണാൻ പറ്റും. നമുക്ക് എന്തൊക്കെയാണ് അറിയാൻ പറ്റുക? നമ്മൾ STP ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. STP ഓർമ്മ ഉണ്ടോ? അത് STP സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ മോൾ കോൺസെപ്റ്റ് പഠിച്ചപ്പോൾ ഞാൻ ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. ഇവിടെ നോക്കൂട്ടോ, ശ്രദ്ധിക്കും. നമ്മൾ മോൾ കോൺസെപ്റ്റിൽ പഠിച്ച ചില കാര്യങ്ങളാണ്. മോളാർ വോള്യം അറ്റ് STP എത്രയായിരുന്നു? ഓർമ്മ ഉണ്ടോ? STP എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഓൾഡ് കൺസെപ്റ്റിൽ ടെമ്പറേച്ചർ 273.15 പ്രഷർ 1 atmosphere ആണ്. അന്നേരം മോളാർ വോള്യം 22.4 ലിറ്റർ ആണ്. നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ അത് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ കാര്യമായിട്ട് ഉപയോഗിക്കുന്ന STP ന്യൂ ആയിട്ട് പറയുന്നത് ടെമ്പറേച്ചർ 273.15 കെൽവിനും പ്രഷർ 1 ബാർ എന്നാണ്. 1 ബാർ. അപ്പോൾ മോളാർ വോള്യം പ്രഷർ ശരിക്കും നമ്മളന്ന് പറഞ്ഞത് ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് 1 atmosphere അല്ലെങ്കിൽ 1 ബാർ = 0.987 atmosphere ഉള്ളൂ. അപ്പോൾ പ്രഷർ കുറച്ച് കുറയുന്നുണ്ട്. അപ്പോൾ വോള്യം കൂടും, 22.4 ലിറ്റർ കിട്ടും. പിന്നെ വേറെ സാധനമുണ്ട്, സ്റ്റാൻഡേർഡ് ആംബിയൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. സ്റ്റാൻഡേർഡ് ആംബിയൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ടെമ്പറേച്ചർ 298 കെൽവിനും പ്രഷർ 1 ബാറും. അപ്പോൾ ടെമ്പറേച്ചർ കൂടിയതുകൊണ്ട് വോള്യം വീണ്ടും കൂടും. മോളാർ വോള്യം 24.8 ലിറ്റർ ആണ്. ഇതവിടെ നിൽക്കട്ടെ. ഈ കണ്ടീഷൻ കൊടുക്കുക. എന്താ മോളാർ വോള്യം എന്ന് പറഞ്ഞാൽ? എന്താ? വോള്യം ഓഫ് 1 മോൾ ഗ്യാസ് അല്ലേ? നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇവിടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്ക്. പ്രഷർ 1 atm ആണ്. 1 atm. വോള്യം എത്രയായിരുന്നു പറഞ്ഞത്? 1 മോളിന് 22.4 ലിറ്റർ ആണ്. ഡിവൈഡഡ് ബൈ N എന്താണ്? 1 മോൾ. ടെമ്പറേച്ചർ എത്രയാണ്? 273.15 കെൽവിൻ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും കിട്ടും 0.0821 ലിറ്റർ അറ്റ്മോസ്ഫിയർ പെർ കെൽവിൻ പെർ മോൾ എന്ന് കിട്ടും നിങ്ങൾക്ക് ആൻസർ. ഇതാണ് ആറിൻ്റെ ഒരു വാല്യൂ. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ഒരു വാല്യൂ ആണത്. 0.0821 ലിറ്റർ അറ്റ്മോസ്ഫിയർ പെർ കെൽവിൻ പെർ മോൾ. ക്ലിയർ ആണോ ഈ പറഞ്ഞത്? മനസ്സിലായോ ഈ പറഞ്ഞത്? ഓക്കെ, ദെൻ ഇനി അടുത്ത നമുക്ക് അപ്പോൾ ഒരു വാല്യൂ കിട്ടി. ആറിൻ്റെ ഒരു വാല്യൂ ആണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്, ന്യൂമറിക്കൽ വാല്യൂ ഓഫ് R. ഇനി ഇതേപോലെ നമുക്ക് വേറൊരു വാല്യൂ എഴുതാം. സെക്കൻഡ് വാല്യൂ നോക്കിക്കോ. R = നമ്മളെന്താ പറഞ്ഞത്? PV/NT എന്നാണ് പറഞ്ഞത്. PV/NT. നമുക്ക് വേണമെങ്കിൽ 1 ബാർ എന്നുള്ളത് കൊടുത്തു നോക്കുക. നമ്മൾ 1 ബാർ എന്താ? പുതിയ STPയുടെ പുതിയ കണ്ടീഷൻ കൊടുക്കുകയാണെങ്കിൽ 1 ബാർ. പിന്നെ വോള്യം എത്രയായിരുന്നു നമ്മൾ പറഞ്ഞത്?
22.7 ലിറ്റർ ആണ്. 22.7 ലിറ്റർ ഡിവൈഡഡ് ബൈ n 1 മോൾ ആണ്. 1 മോൾ ഇൻറ്റു 273.15 കെൽവിൻ. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക 0.0831. ഇനി ദെൻ ബാർ ലിറ്റർ കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ്. ദെൻ ഇനി വേണമെങ്കിൽ ഈ സാധനം നമ്മൾ എഴുതുമ്പോൾ ലിറ്ററിന് പകരം 1 ലിറ്റർ ഈക്വൽ ടു 1 ക്യൂബിക് ഡെസിമീറ്റർ ആണ്. അപ്പോൾ വേണമെങ്കിൽ ഇത് എഴുതാം 0.0831. ദെൻ ഓക്കെ, നമുക്ക് 0.0831 ബാർ ദെൻ ക്യൂബിക് ഡെസിമീറ്റർ കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ്. വേണമെങ്കിൽ ഈ വാല്യൂ നമുക്ക് എഴുതാൻ പറ്റും. ഈ വാല്യൂ നമുക്ക് വേണമെങ്കിൽ എഴുതാൻ പറ്റും. ഓക്കെ, ഇതൊന്നിച്ച് നമുക്ക് പിന്നീട് എഴുതാം. അപ്പോൾ നമ്മൾ ന്യൂമറിക്കൽ വാല്യൂ ഓഫ് R രണ്ടെണ്ണം പഠിച്ചു. ഏതൊക്കെയാണ്? 0.0821 ലിറ്റർ അറ്റ്മോസ്ഫിയർ പെർ കെൽവിൻ പെർ മോൾ, അല്ലെങ്കിൽ വേറെ വാല്യൂ ആണ് 0.0831 ബാർ ഡെസിമീറ്റർ ക്യൂബ് കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ്. ഇത് നമുക്ക് അടുത്ത വാല്യൂസ് കൊടുക്കണം. നോക്കാം നമുക്ക്. ഓക്കെ, അടുത്തത് വേറൊന്ന് കൊടുക്കുന്നത് പ്രഷർ. നമ്മൾ ദെൻ 1 ബാർ എന്നുള്ള ഇത് വെച്ചിട്ട് തന്നെ 1 ബാർ എന്നുള്ളത് നമുക്കറിയാം നമ്മൾ പാസ്കലിലേക്ക് എടുക്കുകയാണ്. 1 ബാർ എന്ന് പറഞ്ഞാൽ എത്ര പാസ്കലാണ്? 10⁵ പാസ്കൽ. ഇത് നമുക്ക് SI യൂണിറ്റിൽ കാണാനാണ്. 10⁵ പാസ്കൽ. വോള്യം എത്രയായിരുന്നു? ദെൻ ഇതാണ് കണ്ടീഷൻ 1 ബാർ. അപ്പോൾ എത്രയായിരുന്നു? 22.7 ലിറ്റർ ആണ്. അത് നമുക്ക് 10⁻³ മീറ്റർ ക്യൂബ്. 1 ലിറ്റർ ഈക്വൽ ടു 10⁻³ മീറ്റർ ക്യൂബ് എന്നല്ല നമ്മൾ പഠിച്ചാണത്. അപ്പോൾ ആ കണ്ടീഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. വോള്യം 22.7 ലിറ്ററിന് പകരം ഇത്രയും മീറ്റർ ക്യൂബ് ഡിവൈഡഡ് ബൈ n 1 മോൾ തന്നെയാണ്. ടെമ്പറേച്ചർ 273.15 കെൽവിൻ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാം 8.314. ദെൻ ഇനി 8.314 എന്തായിരിക്കും യൂണിറ്റ്? എന്തായിരിക്കും? എന്താ പാസ്കൽ എന്ന് പറഞ്ഞാൽ? പ്രഷറിൻ്റെ യൂണിറ്റ് അല്ല. ഓക്കെ, പ്രഷറിൻ്റെ യൂണിറ്റ് പാസ്കൽ എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അപ്പം ന്യൂട്ടൺ ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാട്ടോ. നോക്ക്, ന്യൂട്ടൺ μ⁻². ദെൻ ഇവിടെ μ⁻³ പിന്നെ ദെൻ കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ്. നിങ്ങൾ പറ ഈ μ⁻², μ⁻³ അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ എത്ര കിട്ടുക? 8.314 ന്യൂട്ടൺ മീറ്റർ പിന്നെ കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ്. അപ്പോൾ എന്താ ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞാൽ? എന്താ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ആണ്. അത് എന്തിൻ്റെ യൂണിറ്റ് ആണ്? വർക്കിൻ്റെ അല്ലെങ്കിൽ എനർജിയുടെ യൂണിറ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 8.314 ജൂൾ കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ്. ഇതാണ് നിങ്ങൾക്ക് അടുത്ത വാല്യൂ കിട്ടുന്നത്. 8.314 ജൂൾ കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ്. ക്ലിയർ അല്ലേ ഇത്? ഓക്കെ, നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട് 1 ജൂൾ ഈക്വൽ ടു 10⁻⁷ എർഗ് എന്ന് പഠിച്ചിട്ടില്ലേ? അപ്പോൾ ആറിൻ്റെ വില നമുക്ക് വേറെ എന്താ എഴുതാൻ പറ്റും? ഇവിടെ നോക്കൂ. ദെൻ ജൂളിന് പകരം എന്താ എഴുതാൻ നിങ്ങൾക്ക്? 8.314 ഇൻറ്റു 10⁻⁷ എർഗ് പെർ കെൽവിൻ പെർ മോള്. ദെൻ ഇങ്ങനെ കൊടുത്തുവിടാ. അത് 8.314 ഇൻറ്റു 10⁻⁷ എർഗ് പെർ കെൽവിൻ പെർ മോൾ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്കറിയാവുന്ന 1 കലോറി ഈക്വൽ ടു എന്തായിരുന്നു? 1 കലോറി അടുത്ത വാല്യൂ എഴുതാനാണ്. 1 കാലറി ഈക്വൽ ടു 4.183 ജൂൾ അല്ലേ? ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ദെൻ ഇനി ഇവിടെ ജൂൾ 1 ജൂൾ ഈക്വൽ ടു എന്താണ്? 1 ഡിവൈഡഡ് ബൈ 4.183 ജൂൾ. ഇതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങൾ കലോറിയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ആറിൻ്റെ വാല്യൂ കിട്ടും 1.99 കലോറി പെർ കെൽവിൻ പെർ മോൾ എന്ന് കിട്ടും. അപ്പോൾ നോക്കിയേക്ക് ആറിൻ്റെ വില എന്തിലേക്കാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്തത്? ഇതൊക്കെ നിങ്ങൾക്ക് ഫിസിക്സിൽ പഠിക്കുന്ന ടേംസ് ആണ്. ഇത് അപ്രോക്സിമേറ്റ് ആയിട്ട് 2 ആണ് ഒബ്ജക്റ്റീവിലൊക്കെ നമ്മൾ എടുക്കുക. അപ്പോൾ നോക്കൂ, ആറിൻ്റെ വില നമ്മൾ ദെൻ ഇത് 3rd വൺ, ഇനി ഇത് 4th വൺ ആയിട്ട് പഠിക്കാം. 4th വൺ, ഇത് 5th വൺ. ഇത്രയും വാല്യൂസ് നമുക്ക് പ്രോബ്ലത്തിലൊക്കെ ആവശ്യം വരും. നിങ്ങളൊന്ന് പഠിച്ചോണം. അപ്പോൾ നിങ്ങൾക്ക് ന്യൂമറിക്കൽ വാല്യൂ ഓഫ് ആർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ദെൻ ഇതിൽ പ്രഷർ, വോള്യം, ടെമ്പറേച്ചർ ഇതൊക്കെ ഏത് യൂണിറ്റിലാണോ എക്സ്പ്രസ് ചെയ്യുന്നത് അതിനനുസരിച്ച് ന്യൂമറിക്കൽ വാല്യൂ ഓഫ് ആർ മാറ്റം വരും. നമ്മൾ പ്രഷർ അറ്റ്മോസ്ഫിയറിൽ ദെൻ വോള്യം ലിറ്ററിലാണെങ്കിൽ 0.0821 ആണ്. പ്രഷർ ബാറിലാണ് പറയുന്നതെങ്കിൽ നമ്മൾ എന്തായിരിക്കും 0.0831 എടുക്കേണ്ടി വരും. അപ്പോൾ ദെൻ ന്യൂമറിക്കൽ വാല്യൂ ഓഫ് ആർ ഡിപ്പെൻഡ്സ് ഓൺ ദ യൂണിറ്റ്സ് ഇൻ വിച്ച് പ്രഷർ, വോള്യം ആൻഡ് ടെമ്പറേച്ചർ ആർ എക്സ്പ്രസ്ഡ്. എന്താ പറഞ്ഞത്? എന്താ? ന്യൂമറിക്കൽ വാല്യൂ ഓഫ് ആർ ഡിപ്പെൻഡ്സ് ഓൺ ദ യൂണിറ്റ്സ് ഇൻ വിച്ച് പ്രഷർ, വോള്യം ആൻഡ് ടെമ്പറേച്ചർ ആർ എക്സ്പ്രസ്ഡ്. ക്ലിയർ ആണല്ലോ ആ പോയിന്റ്? ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ വാല്യൂസ് നമുക്ക് ഒന്നിച്ചൊന്ന് നോക്കാം. ഓക്കെ, നമ്മളിതാ പറഞ്ഞത് ന്യൂമറിക്കൽ വാല്യൂ ഓഫ് ആർ ഡിപ്പെൻഡ്സ് ഓൺ എന്താ? ആർ എന്ന് പറഞ്ഞാൽ എന്താ?
യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. അതിൻ്റെ വാല്യൂ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുക? ദ യൂണിറ്റ്സ് ഇൻ വിച്ച് പ്രഷർ, വോള്യൂം ആൻഡ് ടെമ്പറേച്ചർ ആർ എക്സ്പ്രസ്ഡ്. അതാണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയാണ് അതിൻ്റെ വാല്യൂസ്? ഒന്നാമത്തെ 0.0821 ലിറ്റർ അറ്റ്മോസ്ഫിയർ പെർ കെൽവിൻ പെർ മോൾ. രണ്ടാമത്തെ 0.0831 ബാർ ക്യൂബിക് ഡെസിമീറ്റർ കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ്. പിന്നെ 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ. അടുത്ത 8.314 ഇൻറ്റു 10⁻⁷ എർഗ് പെർ കെൽവിൻ പെർ മോൾ. അടുത്ത 1.99 കലോറി പെർ കെൽവിൻ പെർ മോൾ. ഇത് അപ്രോക്സിമേറ്റ് ആയിട്ട് 2 ആക്കി എടുക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ പഠിച്ചു വെച്ചോണം. അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പഠിച്ചു, PV = nRT. അത് കഴിഞ്ഞിട്ട് അതിന് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് നമ്മൾ പറയും. വേറെ ഒന്ന് കമ്പൈൻഡ് ഗ്യാസ് ലോ ഇക്വേഷൻ പഠിച്ച് P1 V1/T1 = P2 V2/T2. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ R എന്നുള്ളതിനുള്ള വാല്യൂസ്, അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മോൾ കോൺസെപ്റ്റിലെ ചെറിയൊരു കാര്യം പഠിച്ചു. STP, ന്യൂ STP, ഓൾഡ് STP, അതേപോലെ SATP. ആ കണ്ടീഷൻസ് ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. എന്നിട്ട് ആറിൻ്റെ വാല്യൂസാണ് നമ്മൾ പഠിച്ചത്. ആറിൻ്റെ വാല്യൂസ് എന്തിനനുസരിച്ചാണ് മാറുക? ദ യൂണിറ്റ്സ് ഇൻ വിച്ച് പ്രഷർ, വോള്യൂം ആൻഡ് ടെമ്പറേച്ചർ ആർ എക്സ്പ്രസ്ഡ്. പഠിച്ചു വെച്ചേക്കുക. ഇനി ഈ ന്യൂമറിക് ദെൻ ആറിൻ്റെ വാല്യൂ നോക്കും, നിങ്ങൾ യൂണിറ്റ് നോക്കും. എന്തിൻ്റെ യൂണിറ്റാണ്? ഇത് എനർജി അല്ലെങ്കിൽ വർക്ക്, ഇത് കെൽവിൻ ഇൻവേഴ്സ് ടെമ്പറേച്ചർ, ഇത് മോള് എമൗണ്ട് ഓഫ് ഗ്യാസ്. അപ്പോൾ ആറിൻ്റെ യൂണിറ്റ് എന്താണ്? എനർജി പെർ കെൽവിൻ പെർ മോൾ, അല്ലെങ്കിൽ വർക്ക് ഡൺ പെർ കെൽവിൻ പെർ മോൾ. ഇതാണ് നമുക്ക് എന്തിൻ്റെ യൂണിറ്റ് കിട്ടുന്നത്? ദെൻ ആറിൻ്റെ യൂണിറ്റ് കിട്ടുന്നത്. മനസ്സിലായില്ലേ പറഞ്ഞ കാര്യങ്ങൾ? ഇത് നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് നോക്കൂ. ഡെൻസിറ്റി കാൽക്കുലേഷൻ. ഡെൻസിറ്റി നോക്കൂ, നമ്മളിങ്ങനെ പഠിച്ചത്. ദെൻ PV = നമ്മൾ പഠിച്ചു nRT. എന്താ ഇക്വേഷൻ്റെ പേരെന്താ പറഞ്ഞത്? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഇനി എന്താ N എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് മോള്. നമ്പർ ഓഫ് മോള് കാണാനുള്ള എന്താടോ? ദെൻ M / M. എന്താ M എന്താണ്? ഇത് ഗിവൺ മാസ് ആണ്. ഗിവൺ മാസ്. ദെൻ ഇതെന്താ സാധനം? എന്താ? മോളാർ മാസ്. then given mass divided by molar mass ആണ് number of mole. ഇതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ PV = small m divided by capital M into RT. ക്ലിയർ അല്ലേ പറഞ്ഞത്? ബുദ്ധിമുട്ടില്ലല്ലോ? ഓക്കെ. ഇനി ഇവിടെ നമുക്ക് വേണമെങ്കിൽ എഴുതാൻ പറ്റും. ഇവിടെ നോക്കൂ, P = നമ്മൾ സ്മോൾ m RT ഡിവൈഡഡ് ബൈ ദെൻ V ഇങ്ങോട്ട് കൊടുത്തു V, ദെൻ അതേപോലെ ക്യാപിറ്റൽ M ഇവിടെയുണ്ട്. നോക്കണേ. ഇനി ഇതെന്താ സാധനം? മാസ് ഡിവൈഡഡ് ബൈ വോള്യൂം. കേട്ടിട്ടുണ്ടോ അത്? മാസ് ബൈ വോള്യൂം എന്ന് പറഞ്ഞാൽ എന്താ? ഗിവൺ മാസ് ബൈ വോള്യൂം = D. ഡെൻസിറ്റി ആണിത്. മാസ് ബൈ വോള്യൂം എന്താണ്? ഡെൻസിറ്റി. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ P = D ഡെൻസിറ്റി ഇൻറ്റു RT ബൈ മോളാർ മാസ്, ഓർ ഡെൻസിറ്റി ഡെൻസിറ്റി എന്താ? PM/RT. ഡെൻസിറ്റി PM/RT. ഇതാണ് ഡെൻസിറ്റിക്കുള്ള ഇക്വേഷൻ. ഇത് ഡിറൈവ് ചെയ്യാൻ NCERTയുടെ പുറകിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, ഇത് നമുക്ക് ആവശ്യമുള്ളതാണ്. ഇക്വേഷൻ പഠിച്ചോണം. ഡെൻസിറ്റി ഓഫ് എ ഗ്യാസ് = PM/RT. ബുദ്ധിമുട്ടില്ലല്ലോ? എങ്ങനെ നമ്മൾ ചെയ്ത് നോക്കൂ. ഡെൻസിറ്റിക്കുള്ള ഇക്വേഷൻ PV = nRT ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. എന്താ N? എന്താ സാധനം? നമ്പർ ഓഫ് മോൾ. ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ആണ്. എന്നിട്ട് PV = small m by capital M into RT. ഇവിടുന്ന് നമ്മൾ റീഅറേഞ്ച് ചെയ്യാണ്. P = small m by V, RT by M. ക്യാപിറ്റൽ M മോളാർ മാസ് ആണ്. മാസ് ബൈ വോള്യൂം എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ആണ് D. സോ P = ഡെൻസിറ്റി ഇൻറ്റു RT by M, or ഡെൻസിറ്റി = PM/RT. ഇക്വേഷൻ ഫോർ ഡെൻസിറ്റി. P പ്രഷർ, M മോളാർ മാസ്, R എന്നുള്ളത് ഗ്യാസ് കോൺസ്റ്റന്റ്, T ടെമ്പറേച്ചർ. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ബോയ്ൽസ് ലോ എന്നൊക്കെ പഠിച്ച സാധനങ്ങളുണ്ട്. ഡെൻസിറ്റി എന്തിന് പ്രൊപ്പോർഷനിലാണ്? പ്രഷറിന് പ്രൊപ്പോർഷനിലാണ്. ഡെൻസിറ്റി മോളാർ മാസിന് പ്രൊപ്പോർഷനിലാണ്. ഡെൻസിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് ചെയ്യും? ഡെൻസിറ്റി എന്ത് ചെയ്യും? കുറയും. അതേപോലെ പ്രഷർ കൂടുമ്പോൾ ഡെൻസിറ്റി കൂടും. മോളാർ മാസ് കൂടുമ്പോഴും ഡെൻസിറ്റി കൂടും. സോ ഇതാണ് ഡെൻസിറ്റിക്കുള്ള ഇക്വേഷൻ. ക്ലിയർ ആണല്ലോ ഈ കാര്യങ്ങൾ? നോക്കണേ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇത്രയും പഠിച്ചത് ബോയ്ൽസ് ലോ, ചാൾസ് ലോ, അവോഗാഡ്രോസ് ലോ, ഗേ-ലുസാക്സ് ലോ, അത് കഴിഞ്ഞിട്ട് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, പിന്നെ ഡെൻസിറ്റിക്കുള്ളൊരു ഇക്വേഷന്. കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. കുറച്ചെണ്ണം ഇപ്പോൾ ചെയ്യാം, ബാക്കി അടുത്ത ക്ലാസ്സിലും ചെയ്യാം. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിക്കണം. എ വെസൽ ഓഫ് 135 ml കപ്പാസിറ്റി കണ്ടെയ്ൻസ് സെർട്ടൈൻ എമൗണ്ട് ഓഫ് ഗ്യാസ് അറ്റ് 25 degree Celsius ആൻഡ് 1.2 bar പ്രഷർ.
The gas is transferred to another vessel of volume 200 milliliter at 27 degrees Celsius. What would be its pressure എന്നാണ് ഇത്രേ പറയുന്നത്. നമ്മൾ ദെൻ വോള്യം, ഫസ്റ്റ് വോള്യം എങ്ങനെയാണ്, V1 ഈക്വൽ ടു ഒരു തന്നത് 135 milliliter കപ്പാസിറ്റി, പിന്നെ ദെൻ ടെമ്പറേച്ചർ ഈക്വൽ ടു 25 ഡിഗ്രി സെൽഷ്യസ്, പ്രഷർ ഈക്വൽ ടു V1 T1 P1 1.2 ബാർ പ്രഷറാണ്. ഇനി V2 ഈക്വൽ ടു 200 milliliter. ഇനി T2 ഈക്വൽ ടു ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി P2 ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. ഇത്രയും വോള്യമുള്ള ആളെ ഇത്രയും വോള്യത്തിലേക്ക് ഇതിനൊക്കെ മാറ്റുകയാണ്. ടെമ്പറേച്ചർ മാറുന്നുണ്ട്, പ്രഷർ എന്തായാലും മാറും. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മോട് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ഉപയോഗിക്കാനുള്ള ഇക്വേഷൻ ഓഫ് ഇതിനൊക്കെ കമ്പൈൻഡ് ഗ്യാസ് ലോ ഉണ്ട്. ഏതാ കമ്പൈൻഡ് ഗ്യാസ് ലോ? P1 V1 by T1 ഈക്വൽ ടു P2 V2 by T2. നോക്ക്, P1 എത്രയാണ്? 1.2 ബാർ P1. V1 എത്രയാണ്? 135 milliliter ഡിവൈഡഡ് ബൈ T1 എത്രയാണ്? ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസ്. അത് കൊടുക്കാൻ പറ്റുമോ? പറ്റൂല. നമ്മൾ ടെമ്പറേച്ചറിനെ കെൽവിൻ സ്കെയിലാക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ടെമ്പറേച്ചർ ദാറ്റ് ഈസ് ഈക്വൽ ടു 25 പ്ലസ് 273 ദാറ്റ് ഈസ് ഈക്വൽ ടു 298 കെൽവിൻ. ഇതാണ് ടെമ്പറേച്ചർ. ഇവിടെ അതേപോലെ മാറ്റണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 27 പ്ലസ് 273 ദാറ്റ് ഈസ് ഈക്വൽ ടു 300 കെൽവിൻ. അതാണ് T2. ടെമ്പറേച്ചറിനെ മാറ്റണം നിങ്ങൾ. ദെൻ അപ്പോൾ ഇവിടെ 298 കെൽവിൻ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി പ്രഷർ P2 ആണ് നമ്മോട് ചോദിച്ചത്, ഇൻറ്റു V2 വോള്യം 200 milliliter ഡിവൈഡഡ് ബൈ എത്ര? ടെമ്പറേച്ചർ 300 കെൽവിൻ. ഇനി ഇവിടുന്ന് P2 ഈക്വൽ ടു നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം? ഇങ്ങോട്ട് മൾട്ടിപ്ലൈ 1.2 ബാർ ഇൻറ്റു 135 milliliter ഇൻറ്റു 300 കെൽവിൻ ഡിവൈഡഡ് ബൈ 298 കെൽവിൻ ഇൻറ്റു 200 ml 200 milliliter. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇതിൻ്റെ ആൻസർ നമുക്ക് പറയാം 0.815 ബാർ എന്നാ കിട്ടുക. 0.815 ബാർ. ക്ലിയർ അല്ലേ? ചെയ്ത മെത്തേഡ് മനസ്സിലായല്ലോ എന്തൊക്കെയെന്നുള്ളത്? ഒന്ന് ചെയ്ത് പഠിക്കണേ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എ ബലൂൺ ഈസ് ഫിൽഡ് വിത്ത് ഹൈഡ്രജൻ അറ്റ് റൂം ടെമ്പറേച്ചർ. ഇറ്റ് വിൽ ബേസ്റ്റ് ഇഫ് പ്രഷർ എക്സീഡ്സ് 0.2 ബാർ. Then if at 1 bar pressure the gas occupies a volume of 2.27 liter volume, up to what volume can the balloon be expanded? എന്താ പറഞ്ഞതെന്താ? ദെൻ 0.2 ബാർ പ്രഷർ ആയി കഴിഞ്ഞാൽ ദെൻ ഇത് അത് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബലൂൺ പൊട്ടിപ്പോവും. ഓക്കെ, പക്ഷെ നമുക്ക് തന്നത് 1 ബാർ പ്രഷറിൽ അതിൻ്റെ വോള്യം 2.27 ലിറ്റർ ആണ്. അപ്പോൾ എന്തായിരിക്കും ആ 0.2 ബാറിൽ അതിൻ്റെ വോള്യം എന്ന് ചെയ്താൽ മതി. നമുക്കിങ്ങനെ അറിയാവുന്ന കാര്യമാണ്. P1 ഈക്വൽ ടു ഒരു തന്നിട്ടുണ്ട് 1 ബാർ എന്ന് കൊടുക്കാം. ഇനി അന്നേരമുള്ള വോള്യം V1 ഈക്വൽ ടു എത്ര ആകുന്നത്? 2.27 ലിറ്റർ. ഇനി ടെമ്പറേച്ചർ ദെൻ ഓക്കെ, ടെമ്പറേച്ചർ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല, അപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ്. ഇനി P2 ഈക്വൽ ടു 0.2 ബാർ വരെ താങ്ങാൻ പറ്റുള്ളൂ. V2 ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ ഏതാ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഏതാ? P1 V1 ഈക്വൽ ടു P2 V2. എത്ര? P1 എത്രയാണ്? ദെൻ 1 ബാർ പ്രഷർ ഇൻറ്റു വോള്യം എത്രയാണ്? 2.27 ദാറ്റ് ഈസ് ഈക്വൽ ടു P2 എത്രയാണ്? 0.2 ബാർ ഇൻറ്റു V2. ഇതല്ല ആൻസർ. ഇനി V2 ഈക്വൽ ടു എങ്ങനെ ചെയ്യാൻ പറ്റുക? V2 ഈക്വൽ ടു 1 ഇൻറ്റു 2.27 ഡിവൈഡഡ് ബൈ 0.2. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ ചെയ്യുക? ഇവിടെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഇവിടെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. നല്ലൊരു 2 എന്നാവുള്ളൂ. അപ്പോൾ നമുക്ക് എന്താ ഉള്ളത്? 22.7 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 11.35 ലിറ്റർ. ക്ലിയർ ആയില്ലേ? അത് 11.35 ലിറ്റർ. അപ്പോൾ 11.35 ലിറ്റർ ആകുമ്പോൾ ആ ബലൂൺ എന്ത് ചെയ്യും? ബേസ്റ്റ് ചെയ്യും. അന്നേരം പ്രഷർ 0.2 ബാർ അത്രയാണ് അതിൻ്റെ വോള്യം വരിക. ക്ലിയർ ആണല്ലോ ഇത്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ. On a ship sailing in Pacific Ocean where temperature is 23.4 degrees Celsius, a balloon is filled with 2 liter air. What will be the volume of the balloon when ship reaches Indian Ocean where temperature is 26.1 degree centigrade? Question മനസ്സിലായോ? Then ഇത്രയേ ഉള്ളൂ. പസഫിക് ഓഷനിൽ ടെമ്പറേച്ചർ 23.4 ഡിഗ്രി സെൽഷ്യസ് ആണ് T1. അന്നേരം വോള്യം 2 ലിറ്റർ എയർ ആണ് ഉള്ളത്, ബലൂണിൽ നിറച്ചത്. ഇനി T2 ഈക്വൽ ടു ആ ഷിപ്പ് എവിടെ എത്തി? ഇന്ത്യൻ ഓഷനിലെത്തി. അവിടെ ടെമ്പറേച്ചർ 26.1 ഡിഗ്രി സെൻറ്റിഗ്രേഡ് V2. അന്നേരമുള്ള വോള്യം എത്രയെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പ്രഷർ റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഇക്വേഷൻ എന്താണ്? V1 by T1 ഈക്വൽ ടു V2 by T2. പ്രഷർ കോൺസ്റ്റൻ്റ് ആകുമ്പോൾ നമ്മൾ ടെമ്പറേച്ചർ കെൽവിൻ സ്കെയിലിലേക്ക് മാറ്റണം. +273. അപ്പോൾ എത്ര കിട്ടുക? 290
296.4 കെൽവിൻ ആണല്ലോ. ഇവിടെ അതേപോലെ പ്ലസ് 273 എത്ര കിട്ടുക? 299.1 കെൽവിൻ. കറക്റ്റ് അല്ലേ അത്? 299.1 കെൽവിൻ. ഓക്കെ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എത്ര? വോള്യൂം 2 ഡിവൈഡഡ് ബൈ 296.4 ദാറ്റ് ഈസ് ഈക്വൽ ടു V2 ഡിവൈഡഡ് ബൈ 299.1 or V2 equal to എന്താ? 2 into 299.1 divided by 296.4 that is equal to, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും 2.018 ലിറ്റർ എന്ന് കിട്ടും. 2.018 ലിറ്റർ മനസ്സിലാക്കിയാൽ മതി. ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ ഇതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കത്. ശരി, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, ഫോർത്ത് വൺ. At 25 degrees Celsius and 760 millimeter of mercury pressure, a gas occupies 600 ml of volume. 600 ml volume. What will be the pressure at a height where temperature is 10 degrees Celsius and volume of the gas is 640 ml? നോക്കണേ, ടെമ്പറേച്ചർ ക്വസ്റ്റ്യൻ തന്ന നമുക്ക് എഴുതാം. T1 ഈക്വൽ ടു 25 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്നിട്ട് P1 ഈക്വൽ ടു 760 millimeter of mercury pressure. Then അന്നേരം V1 ഈക്വൽ ടു വോള്യൂം ഈക്വൽ ടു 600 milliliter. ഇനി T2 ഈക്വൽ ടു ടെമ്പറേച്ചർ 10 ഡിഗ്രി സെൽഷ്യസ് ആണ് അറ്റ് എ ഹൈറ്റിൽ. P2 ഈക്വൽ ടു ഇതാണ് ക്വസ്റ്റ്യൻ മാർക്ക്, ചോദ്യം അതാണ്. V2 ഈക്വൽ ടു 640 ml. 640 ml. നോക്ക് ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? 25 ഡിഗ്രി സെൽഷ്യസിൽ 760 millimeter ഓഫ് മെർക്കുറി പ്രഷറിൽ ഗ്യാസ് ഒക്യുപ്പൈ 600 ml. ഇനി ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദ പ്രഷർ അറ്റ് എ ഹൈറ്റ് വെർ ടെമ്പറേച്ചർ ഈസ് 10 ഡിഗ്രി സെൽഷ്യസ്, വോള്യൂം ഓഫ് ദി ഗ്യാസ് ഈസ് 640 ml. അപ്പോൾ എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞ പ്രഷർ? നമുക്ക് എന്താ ഇവിടുത്തെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുക? P1 V1 ബൈ T1 ഈക്വൽ ടു P2 V2 ബൈ T2. ശരിയല്ലേ അത്? P1 എത്രയായിരുന്നു പറ? 760. ദെൻ ഇൻറ്റു വോള്യം എത്രയാണ്? V1 600 ml. അങ്ങനെ തന്നെ കൊടുത്താൽ മതിയല്ലോ. ഇനി 25 ഡിഗ്രി സെൽഷ്യസ് ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 298 കെൽവിൻ ആണല്ലോ. ഇത് എത്ര കിട്ടുക? 283 കെൽവിൻ. 273 ആഡ് ചെയ്താൽ സംശയമൊന്നുമില്ലല്ലോ. ഡിവൈഡഡ് ബൈ T1 298 കെൽവിൻ ദാറ്റ് ഈസ് ഈക്വൽ ടു P2 എത്രയുടെ പ്രഷർ? ഇതാണല്ലോ ചോദ്യം. V2 എത്രയാണ്? V2 640 ml ആണ്. ഡിവൈഡഡ് ബൈ T2 എത്രയാണ്? 283 കെൽവിൻ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ P2 ഈക്വൽ ടു 760 ഇൻറ്റു 600 ഇൻറ്റു 283 ഡിവൈഡഡ് ബൈ 298 ഇൻറ്റു 640. ഇതാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുക. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും 676.6 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി എന്ന് കിട്ടും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി, കിട്ടും ആൻസർ. 676.6 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി പ്രഷർ. ശരിയല്ലേ അത്? ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്, ഒന്ന് ചെയ്ത് പഠിക്കാതെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂട്ടോ, ഫിഫ്ത്ത് വൺ. വാട്ട് വിൽ ബി ദ മിനിമം പ്രഷർ റിക്വയർഡ് ടു കംപ്രസ് 500 cubic decimeter cube of air at 1 bar to 200 decimeter cube at 30 degree Celsius? എങ്ങനെയാണ്? വാട്ട് വിൽ ബി ദ മിനിമം പ്രഷർ റിക്വയർഡ് ടു കംപ്രസ് 500 cubic decimeter ഓഫ് എയർ അറ്റ് 1 bar പ്രഷർ. സോ ഇതിൻ്റെ വോള്യം V1 ഈക്വൽ ടു 500 cubic decimeter ആണ്, ലിറ്റർ. ദെൻ ഇനി T1 അല്ല, P1 ഈക്വൽ ടു അവർ തന്നിട്ടുണ്ട് 1 bar പ്രഷറിലാണ്. ഇനി V2 ഈക്വൽ ടു എത്ര ഇട്ട് കംപ്രസ് ചെയ്യേണ്ടത്? 200 decimeter ക്യൂബായിട്ട് കംപ്രസ് ചെയ്യണം. ഇനി P2 ഈക്വൽ ടു ആണ് ക്വസ്റ്റ്യൻ മാർക്ക്. ടെമ്പറേച്ചർ 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ടെമ്പറേച്ചർ രണ്ട് കേസിലും സെയിം ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ എന്താ അപ്ലൈ ചെയ്യാൻ പറ്റുക? ബോയിൽസ് ലോ അപ്ലൈ ചെയ്യാം. ടെമ്പറേച്ചർ ഇവിടെ കൊടുത്ത എന്താണ്? ഫിഫ്ത്ത് ക്വസ്റ്റ്യനിൽ കൊടുത്ത് മിനിമം പ്രഷർ റിക്വയർഡ് ടു കംപ്രസ് 500 decimeter ക്യൂബ് ഓഫ് എയർ അറ്റ് 1 bar പ്രഷർ ടു 200 decimeter ക്യൂബ് അറ്റ് 30 ഡിഗ്രി സെൽഷ്യസ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് അല്ല. അപ്പോൾ നമുക്ക് ബോയിൽസ് ലോ അപ്ലൈ ചെയ്യാം. എങ്ങനെ കിട്ടുക? P1 V1 ഈക്വൽ ടു P2 V2. P1 എത്രയാണ്? 1 ഇൻറ്റു V1 എത്രയാണ്? 500. ദാറ്റ് ഈസ് ഈക്വൽ ടു P2 ഇൻറ്റു V2 എത്രയാണ്? 200. സോ P2 ഈക്വൽ ടു 500 ഡിവൈഡഡ് ബൈ 200. സോ 5/2 ദാറ്റ് ഈസ് ഈക്വൽ 2.5 ബാർ. ഇതാണ് ആൻസർ കിട്ടുക, 2.5 ബാർ. ക്ലിയർ ആണല്ലോ കാര്യം? ഓക്കെ, അടുത്തത് നോക്കാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, സിക്സ്ത് വൺ. എ വെസൽ ഓഫ് 120 ml capacity contains a certain amount of gas at 35 degrees Celsius and 1.2 bar pressure. The gas is transferred to another vessel of volume 180 ml at 35 degrees Celsius. Temperature രണ്ട് കേസിലും സെയിം ആണ്. വാട്ട് വുഡ് ബി ഇറ്റ്സ് പ്രഷർ? ഇത് നമുക്ക് ടെക്സ്റ്റിൻ്റെ പുറകിലുള്ള ചോദ്യമാണ്. വെസൽ ഓഫ് V1 ഈക്വൽ ടു വോള്യൂം 120 ml കപ്പാസിറ്റി ആണ്.
ഇനി then 120 ml capacity contains a certain amount of gas at T1 equal to 35 degree Celsius. ഇനി P1 equal to 1 bar ആണ്, 1 bar. ഇനി അടുത്ത് 35 degree Celsius 1 bar അല്ല 1.2 bar, 1.2 bar. Then ഇനി അടുത്ത് പറയുന്നത് the gas is transferred to another vessel V2 that is equal to 180 ml. Then ഇനി T1 equal to 35 degree Celsius തന്നെയാണ്, P2 equal to ആണ് ക്വസ്റ്റ്യൻ മാർക്ക്. നേരത്തെ ചെയ്ത അതേപോലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ ഇവിടെ ഉള്ളത്? ടെമ്പറേച്ചർ സെയിം ആണ്. അപ്പോൾ നമുക്ക് ബോയിൽസിൽ അപ്ലൈ ചെയ്യാം. P1 V1 equal to P2 V2. P1 എത്രയാണ്? 1.2 bar ഇൻറ്റു V1 എത്ര? 120 milliliter equal to P2 എത്രയാണ്? അതാണല്ലോ ചോദ്യം. ഇൻറ്റു 180 milliliter. ഓക്കെ, then ഇനി that is equal or P2 equal to 1.2 into 120 divided by 180. ഇങ്ങനെയല്ലേ കിട്ടുക? then that is equal, ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 60 കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും? 2 ആണ്, ഇത് 3 ആണ്. അപ്പോൾ 2 into this 2.4 divided by 3 that is equal to 0.8. 0.8 ബാർ എന്ന് കിട്ടും ആൻസർ. ശരിയല്ലേ? ഇത് 0.8 ബാർ എന്ന് കിട്ടും. നമ്മളിപ്പോൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പഠിച്ചു. അതേപോലെ ന്യൂമറിക്കൽ വാല്യൂ ഓഫ് ആർ, ഡെൻസിറ്റിക്കുള്ളൊരു ഇക്വേഷന് കുറച്ച് സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസാണ് നമ്മൾ ചെയ്ത്. ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്കതിൻ്റെ കുറച്ചുകൂടി പ്രോബ്ലംസ് ചെയ്യണം. അടുത്ത പാർട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.